വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദിയിലെ കേന്ദ്ര സർക്കാരിന്റെയും ബി.ജെ.പിയുടെയും രാഷ്ട്രീയ നാടകങ്ങൾക്കെതിരെ വലിയ വിമർശനമാണ്. ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ സദസ്സിൽ തമ്പടിച്ച് ബി.ജെ.പി പ്രവർത്തകർക്കൊപ്പം രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. സംസ്ഥാന മന്ത്രിമാർ ഉൾപ്പെടെ സദസ്സിൽ ഇരിക്കുമ്പോൾ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റിനെ കേന്ദ്രം വേദിയിൽ രാഷ്ട്രീയമായി തിരികെ കയറ്റിയതും രൂക്ഷ വിമർശനത്തിന് ഇടയാക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി യാതൊന്നും ചെയ്തിട്ടില്ല എങ്കിലും എല്ലാം തങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരും ബി.ജെ.പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര പദ്ധതി എന്ന മട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ പത്ര പരസ്യത്തിനും ഫ്ലക്സ് ബോർഡ് പ്രദർശനത്തിനും എല്ലാം ശേഷമാണ് ഉദ്ഘാടന വേദിയിലും ബി.ജെ.പി രാഷ്ട്രീയം കളിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണം എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റ് മറികടന്നാണ് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ തിരികെ കയറ്റിയത്. ചടങ്ങ് ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ ഇടം പിടിക്കുകയായിരുന്നു. അത് പോരാ എന്ന് തോന്നിയതിനാവണം സദസ്സിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച് ബി.ജെ.പി പ്രവർത്തകർക്കൊപ്പം വേദിയിലിരുന്ന് രാജീവ് ചന്ദ്രശേഖരന് മുദ്രാവാക്യം മുഴക്കിയത്. ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി തിരികെ കയറ്റിയ ബി.ജെ.പി നേതാവ് വേദിയിൽ ഇരുന്ന് കാട്ടിക്കൂട്ടുന്നത് കണ്ട് സദസ്സിലുള്ളവർ മൂക്കത്ത് വിരൽ വെക്കുകയായിരുന്നു. ബി.ജെ.പിയുടേത് രാഷ്ട്രീയ അല്പത്തമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിക്കുകയും ചെയ്തു. ചടങ്ങിൽ ബി.ജെ.പി അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിക്കാനും ആവശ്യാനുസരണം കൂവാനും നിരവധി വാഹനങ്ങളിൽ ബി.ജെ.പി പ്രവർത്തകരെ രാവിലെ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ പിതൃത്വം സ്വന്തമാക്കാനുള്ള പാഴ് ശ്രമങ്ങളായിരുന്നു ഇതെല്ലാം. എന്നാൽ യുക്തിക്ക് നിരക്കാത്ത ഇത്തരം പ്രവർത്തകളിലൂടെ ബി.ജെ.പിയുടെ രാഷ്ട്രീയ പോളത്തരമാണ് തുറന്നു കാണപ്പെടുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിങ് വേദിയിൽ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ സ്ഥാനം പിടിച്ച് പരിഹാസ്യനായ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ സോഷ്യൽ മീഡിയയിലും ട്രോൾ പൂരമാണ് വരുന്നത്. ആ ഇരിപ്പ് കണ്ടില്ലേ? കാസിരംഗയിലെ കാണ്ടാമൃഗങ്ങൾ തോറ്റ അടിയറവ് പറയും. ജിയുടെ ചാർമ കാഠിന്യത്തിന് മുന്നിൽ ഞങ്ങൾ ഒന്നുമല്ല എന്നിങ്ങനെ മേഘനാഥ് എന്നീ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. മൈക്ക് ഓപ്പറേറ്ററിന് പോലും എത്തുന്നതിന് മുൻപ് വേദിയിൽ ഞെളിഞ്ഞിരുന്ന് കുട്ടിക്കൊരങ്ങന്മാർക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന ഇയാളാണ് ഇന്നത്തെ അശ്ലീല കാഴ്ചയെന്നും അദ്ദേഹം പറയുകയായിരുന്നു. സംഘപരിവാർ എന്ത് എച്ചിത്തരവും കാണിക്കുമെന്ന് പാർലമെന്റ് ഉദ്ഘാടന വേദിയിൽ ഉഡായിപ്പ് സ്വാമിമാരെ ഇരുത്തി പൂജ ചെയ്തപ്പോഴേ അറിയാവുന്ന കാര്യമാണ്. ഒരു വാർഡ് മെമ്പർ പോലും അല്ലാത്ത ഏഷ്യാനെറ്റ് ഉടമയായ സംഘിയെ വേദിയിൽ ഇരുത്തിയില്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യില്ല എന്ന് കട്ടായം പറഞ്ഞ ആ പ്രധാനമന്ത്രി പുങ്കവനെ ഓർത്ത് ലജ്ജിക്കുമെന്നും അദ്ദേഹം കുറിക്കുകയായിരുന്നു.